അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സൂറ തൗബയിലെ 113-ാമത്തെ സൂക്തം സൂചിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും മുശ്രിക്കുകൾക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ ഇസ്ലാം മത ആശ്ലേഷം. അവസാന നിമിഷം വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ യത്നിക്കുന്നുണ്ട്. പക്ഷേ നബി അവിടെ വിജയിച്ചില്ല, അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടായി ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അള്ളാഹു വിലക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമെന്ന്. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായത്. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീന വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ വിശ്വാസികൾക്കാകട്ടെ അള്ളാഹുവിൽ പങ്കുചേർത്ത് മുശ്രിക്കുകളായി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പശ്ചാത്താപ പ്രാർത്ഥന നടത്തുവാനുള്ള അവകാശമില്ല. ഈ ആളുകൾ ഇനി നബിയുടേതാകട്ടെ മറ്റു വിശ്വാസികളുടേതാകട്ടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ അവകാശമില്ല എന്നർത്ഥം. വളരെ ഗൗരവതരമാണ് ആ വിഷയം. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. അതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിലേക്ക് അത് തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനാണ് ശിർക്ക്, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരെയാണ് മുശ്രിക്കുകൾ എന്ന് പറയുക. അങ്ങനെയുള്ള മുശ്രിക്കുകൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിലോ അവർക്ക് വേണ്ടി പോലും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവകാശം നബിക്കുമില്ല, വിശ്വാസികൾക്കുമില്ല എന്ന് സാരം. അപ്പോൾ അള്ളാഹുൽ പങ്കുചേർക്കുക എന്നത് വളരെ അപകടകരമായ ഒരു അനർത്ഥമാണ് എന്ന ബോധ്യം സമൂഹത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാദികൾക്കും ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബാധ്യത നിർവഹിക്കുവാനും അതിൽ വിജയം വരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.